ഹേയ് ഫ്രണ്ട്സ്, ഇന്ന് ഞായറാഴ്ച നമ്മൾ എവിടെ പോകുന്നറിയോ? കോയമ്പേട് മാർക്കറ്റിലാണ് കേട്ടോ. കോയമ്പേട് മെട്രോൻ്റെ അടുത്ത് തന്നെയാണ്. ആ മെട്രോ റൂട്ടിലേക്ക് അങ്ങോട്ടേക്ക് പോയി ലെഫ്റ്റിലേക്ക് ഒരു റോഡുണ്ട്, അവിടെ റൈറ്റ് സൈഡിലാണ് കോയമ്പേട് മാർക്കറ്റ്. കോയമ്പേട് മാർക്കറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കാരണം എന്താ പറയുക, ഏഷ്യയിലെ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് മാർക്കറ്റാണ്. എത്രയോ ഏക്കറിലാണ് ഇത് പരന്ന് കിടക്കുന്നത്. 295 ഏക്കർ എന്നിട്ടാണ് ഗൂഗിളിൽ തപ്പിയപ്പോൾ കണ്ടത്. പിന്നെ 3100-ലധികം ഷോപ്സ് ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇതാണ് ആ റൈറ്റ് സൈഡ് കാണുന്നതാണ് കോയമ്പേട് മാർക്കറ്റ് കേട്ടോ. നമ്മൾ എന്ന് വെച്ചാൽ ഇന്ന് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാനാണ് പോയത്. നല്ല പൊരിയുന്ന വെയിലാണ് കേട്ടോ ഗൈസ്, വേവാൻ വെച്ചതുപോലെയാണല്ലേ. അങ്ങനെ നമ്മൾ മാർക്കറ്റിൻ്റെ ഉള്ളിൽ എൻട്രി പാസ്സിൽ ബൈക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പാസ്സെല്ലാം എടുത്തിട്ട് നമ്മളങ്ങനെ മാർക്കറ്റിൽ കയറി. പിന്നെ ഞാനില്ലേ ചെറിയൊരു ഇൻട്രോവേർട്ടാണ് കേട്ടോ, അതുകൊണ്ട് എനിക്കിങ്ങനെ വീഡിയോ എടുക്കാനെല്ലാം നാണോ. എൻ്റെ ഹസ്ബൻഡ് പറയും, നീ എന്താ കള്ളന്മാർ വീഡിയോ എടുക്കുന്ന പോലത്തെ കളിയെല്ലാം കളിക്കുന്നത്, അങ്ങനെ നേരിട്ട് വീഡിയോ എടുക്കറാന്ന്. പക്ഷേ എനിക്ക് ഭയങ്കര നാണാണ്. എൻ്റെ ഇതാ നമ്മൾ കയറി നോക്കിയപ്പോൾ എൻ്റെ അമ്മോ, നമുക്ക് തിരിയുന്നില്ല എവിടെ പോകേണ്ടതെന്ന്. അപ്പം ഫ്രൂട്ട്സിന് പിന്നെ ഫ്രൂട്ട്സ് വിൽക്കുന്ന സൈഡ് നമ്മൾ കയറി ആ ഭാഗത്ത് തന്നെ ഉണ്ടായിരുന്നേ. അതുകൊണ്ട് വേഗം പോയിട്ട് നോക്കിയിട്ട് നല്ല നല്ല ഫ്രൂട്ട്സ് ഉണ്ട്. അതും എത്ര പാട്, ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു മാർക്കറ്റിൽ വരുന്നത്. ഈ ഒരു ഏരിയ ഫുൾ ഫ്രൂട്ട്സാണ് കണ്ടോ. നല്ല ഉണ്ടപ്പൻ തേങ്ങ, എന്ത് വണ്ണാന്നല്ലേ. എന്നിട്ട് ഫ്രൂട്ട്സ് ഒറ്റപ്പടിയുണ്ട്, പക്ഷേ എനിക്ക് വലിയ റേറ്റ് കുറവായിട്ടൊന്നും തോന്നിയിട്ടില്ല. എല്ലാത്തിനും നല്ല റേറ്റ് ഉണ്ട്. അത് കണ്ടോ, ആ ബദാം നട്ട്സ് എല്ലാം അങ്ങനെ എന്താ പറയുക, കല്യാണത്തിനെല്ലാം ഗിഫ്റ്റ് കൊടുക്കാനായിരിക്കും. അങ്ങനെ ഒരുപാട് ഇങ്ങനെ പല ഷോപ്പ്, അങ്ങനത്തെ ഒരുപാട് ഷോപ്പുണ്ട് അവിടെ. പ്ലേറ്റ്സ് ഉണ്ട്, ഇങ്ങനെ സ്റ്റീലിൻ്റെ പല സാധനങ്ങളുണ്ട്. നോക്കി എന്തുമാത്രമാണെന്ന്. പിന്നെ ഇവിടുന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് പറഞ്ഞ് അതൊക്കെ ഇടോ ആൾക്ക് ചെറിയ പൈസക്ക് കിട്ടീനെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വന്നത്. വയ നോക്കുമ്പോൾ ഇവിടെ എല്ലാത്തിനും നല്ല റേറ്റ് ഉണ്ട്. അവക്കാഡോ 1 കിലോ 200 റുപ്യ, പിന്നെ മാങ്ങക്ക് 1 കിലോ 150. നമ്മൾ റിലയൻസിന് 65 രൂപക്കാണ് മാങ്ങ വാങ്ങൽ. എത്രപ്പാടാ മുസമ്പി അല്ലേ ഗൈസ്. ഇവിടെ എന്ന് വെച്ചാൽ നിലത്തൊക്കെ കടലാസും കാര്യങ്ങളാണ്, അങ്ങനെ ഫ്രൂട്ട്സൊന്നും ഇട്ടിട്ടൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് നടക്കുമ്പോൾ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. ഹായ്, ഞാവൽപ്പഴം നോക്കിയേ, എന്ത് രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. എല്ലാത്തിനും നല്ല റേറ്റ് ഉണ്ട്. എനിക്ക് നല്ല റേറ്റ് തോന്നിന് കേട്ടോ. ഇതിലും വില കുറവാണ് എനിക്ക് റിലയൻസിൽ നിന്ന് മാങ്ങയൊക്കെ വാങ്ങുമ്പോൾ. നല്ല ഫ്രഷ് സ്ട്രോബെറി ഉണ്ട്, പക്ഷെ എല്ലാം നല്ല ഫ്രഷാണ്. നമ്മളിങ്ങനെ ഇതാ നമ്മളെ ചാമ്പക്ക എൻ്റെ വീട്ടിൻ്റെ മുറ്റത്തുണ്ട് ഈ സാധനമെല്ലാം. 70 റുപ്യൊക്കെ ഇവിടെ വിൽക്കുന്നത്. ഞാൻ വില ചോദിച്ച് പോയിട്ട് ഇതെത്രയാണെന്നല്ലോ. അങ്ങനെ നമ്മളെ ഒരു പുളിയില്ലേ, എന്നൊരു സ്റ്റാർ എന്ന വാളം പുളി, അതിൻ്റെ പേരെനിക്കറിയില്ല. ഇതുണ്ട് എത്രയാ, ഇതാണ് ഞാൻ ഗൈസ് പറഞ്ഞത്. ഒരുപാട് ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു. ഇങ്ങനെ എന്താ പറയുക, നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിന്. ഇതാ ഈ പുളിയൊക്കെ നല്ല പൈസയൊക്കെ ഇവിടെ വിൽക്കുന്നത്. ഇതൊക്കെ നമ്മളെ നാട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന കാണാം. അപ്പോൾ എത്രയിലും